എമ്പുരാൻ സിനിമാ വിഷയത്തിൽ ഇടതുപക്ഷ അംഗങ്ങൾ സന്തോഷ്, ശിവദാസൻ, റഹീം, ജോസ് കെ മാണി ഞങ്ങളെല്ലാം അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയിരുന്നു. അഭിപ്രായ സ്വാതന്ത്ര്യത്തെ അടിച്ചമർത്താനുള്ള സംഘടിതമായ ശ്രമം, അതും ഈ രാജ്യം ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പിന്തുണയോടെ, അതിനെതിരെ സ്വാഭാവികമായിട്ടും ഞങ്ങൾ പ്രമേയത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ എഴുതി കൊടുത്തു. അടിയന്തരമായി ഈ വിഷയം ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞു. ഇത് കേരളത്തിലെ മാത്രം വിഷയമല്ല, ഭരണഘടന വിഭാവനം ചെയ്യുന്ന ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ ആവിഷ്കാരത്തിനെതിരെയുള്ള ഒരു കടന്നാക്രമണമാണ്. ഇതുവരെ ഇന്ത്യയിൽ സെൻസർ ചെയ്തിട്ട് റിലീസ് ചെയ്ത് സിനിമകളിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സിനിമയെ സമ്മർദ്ദത്താൽ വീണ്ടും തിരിച്ച് സെൻസർ ചെയ്യിപ്പിച്ച് മുറിച്ച് അംഗച്ഛേദം നടത്തി വീണ്ടും തിയേറ്ററിൽ എത്തിക്കുക, അത് സംബന്ധിച്ച് നടന്ന ചർച്ചകൾ, ഇത് മാത്രമല്ല സിനിമാ പ്രവർത്തകരെ രാജ്യദ്രോഹികളെന്ന് വിളിക്കുന്നു, സിനിമയിലെ ദൃശ്യങ്ങളെ പരിഹസിക്കുന്നു. ഈ രീതിയിലാണ് നമ്മുടെ ജനാധിപത്യ പ്രക്രിയ പോകുന്നതെങ്കിൽ അത് ഗുരുതരമായ പ്രതിസന്ധി ഉണ്ടാക്കും. ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സ്വാഭാവികമായിട്ടും ഈ വിഷയം ചർച്ച ചെയ്യണമെന്നാണ് ഞങ്ങൾ ഇന്ന് രാജ്യസഭയിൽ ആവശ്യപ്പെട്ടത്. പക്ഷേ അത് നിഷേധിച്ചതിനെ തുടർന്ന് ഇടതുപക്ഷ അംഗങ്ങൾ സഭയിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങിപ്പോവുകയും ചെയ്തു.